11 മണി തൊട്ട് അമ്പലത്തിൽ ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് റെഡിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ ലഞ്ച് കഴിക്കാൻ പോയി. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും ഒടുക്കത്തെ ക്യൂ പ്ലസ് ഭയങ്കര വെയില്. അപ്പൊ ഞങ്ങൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, ഒന്ന് ഒതുങ്ങിയിട്ട് കയറാന്ന് ഓർത്തിട്ട്. ഒതുങ്ങാനുണ്ടായില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി. ക്യൂ നിൽക്കുമ്പോഴാണ് അവിടെ വന്നിട്ട് തെയ്യമോ, ഇതിന്റെ പേരെനിക്ക് എന്താ കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിന്റെ പുറത്തായിട്ട്. അതേനെ അമ്പലത്തിലേക്ക് അവർ കയറി. അപ്പൊ ഞാൻ അത് പോയിട്ട് കണ്ടു. പിന്നെ ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കായിരുന്നു. നല്ല തിരക്കും ഇരുക്കായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്ന വഴിക്ക് ഞങ്ങൾ ഇടിച്ചു കയറി കിട്ടിയ സീറ്റിൽ പോയിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 3 പേർക്കും അടുപ്പിച്ച് സീറ്റ് കിട്ടി. ഫുഡിന്റെ കാര്യം പറയാലോ, നല്ല യമ്മിയായിരുന്നു. എനിക്ക് പൊതുവെ അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്റെ കസിൻ ചേട്ടന്റെ കുഞ്ഞാവയാണ്. പ്രസാദം കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞാവേനെ പോയിട്ട് കുറച്ചു നേരം കൊഞ്ചിച്ച്. വീട്ടിൽ പോണ വഴിക്കാണ് അവിടെ ആനേനെ കുളിപ്പിക്കുന്നത് കണ്ടത്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം പോയിട്ട് അത് നോക്കി നിന്നു. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങണമല്ലോ. ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂരം കാണാൻ പോയി. പിന്നെ ബേബിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവളെ പിക്ക് ചെയ്യാൻ ഒരു ചേച്ചി വരും. അപ്പൊ ആ ചേച്ചിയുടെ കൂടെ അവളെ പറഞ്ഞു വിട്ടു. അപ്പൊ എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പൊ വേഗം പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. കുറച്ച് സഹിക്കാൻ പറ്റത്തോണ്ട് പോണ വഴിക്ക് ഞാൻ മാങ്ങ തിന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സെറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി എടുത്ത് അമ്പലത്തിൽ പോകാൻ. അത് ഭയങ്കര ഫീലാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ഭഗവാനെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പറ നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി പറ നിറച്ചു. അത് ഞാൻ അമ്പലത്തിൽ പ്രസാദം ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാണ്. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസ് ആണ്. വൈകുന്നേരത്തെ ഫുഡും ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഇനി വൈകുന്നേരമാണ് പൂരം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു കുർത്തിയും ഷോളൊക്കെ ഇട്ടിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ താലൊക്കെ ആയിട്ട് പ്രദക്ഷിണം വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ നടന്നു. അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് നേരെ എല്ലാവരും അമ്പലത്തിലോട്ട് വന്നു. പുറപ്പെട്ടത് മുതൽ കമ്പിത്തിരി കത്തിക്കലും പൂത്തിരി കത്തിക്കലും മേശാപ്പൂ കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പൂരമൊക്കെ കഴിഞ്ഞ് ആന തിരിച്ചു പോണത് നോക്കി ഞങ്ങൾ നിൽക്കായിരുന്നു.